യുവത്വത്തിൻ്റെ വേറിട്ട സ്വപ്നങ്ങളും ടെക് ലോകത്തിൻ്റെ പുത്തൻ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്ന ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ശരീരം തളർന്നവർക്ക് എക്സസൈസ് ചെയ്യാൻ സഹായകരമായ ഒരു മെഷീൻ രൂപകൽപ്പന ചെയ്ത് തിരുവനന്തപുരം മാർ ബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു കൂട്ടം മിടുക്കന്മാരെയാണ് ലോഗിൻ ഇന്നാദ്യം നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. പ്രോജക്റ്റിൻ്റെ ഭാഗമായി ചെയ്ത ഈ കണ്ടുപിടുത്തം ഇതിനോടകം തന്നെ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മാർ ബെസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത പ്രോജക്റ്റിൻ്റെ എക്സ്പ്ലനേഷനാണ് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് എന്ന് പറയുന്നത് അഭിമന്യു സുരേഷ്, വിജീഷ് ഉമ്മൻ, ദീപക് കുമാർ, മുഹമ്മദ് സുറൂർ ആൻഡ് നിതിൻ സജിയാണ്. ഞങ്ങളെ ഗൈഡ് ചെയ്ത് രാജേഷ് ടി എൻ സാറാണ്. അപ്പോൾ ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ സോഷ്യലി റിലവൻസ് ഉള്ള ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ചെയ്യണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ മെഡിക്കൽ ഫീൽഡ് ഞങ്ങൾ തിരഞ്ഞെടുത്തു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേനും ഞങ്ങൾക്കൊരു പ്യോർലി മെക്കാനിക്കലായിട്ടുള്ള ഒരു മെക്കാനിക്കൽ എയ്ഡ് ഡെവലപ്പ് ചെയ്യണം. സാധാരണ വീൽ ചെയറൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഈ ബദനി ഫിസിയോതെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് ഗൈഡൻസ് തന്നു. പുള്ളി പറഞ്ഞു, ഈ പാരാപ്ലീജിക് പേഷ്യൻസ്, അതായത് അരയ്ക്ക് താഴോട്ട് തളർന്നവർക്ക് വേണ്ടി ഒരു മെക്കാനിക്കൽ എയ്ഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒത്തിരി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ്. അപ്പോൾ അവർക്കൊരു 60 to 70% ഈ ഫിസിയോതെറാപ്പിയുടെ പോസിബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം, അതായത് ഒരു ഫിസിയോതെറാപ്പിക് എയ്ഡ് ഞങ്ങൾ ഡിസൈൻ ചെയ്തത്. ഞങ്ങളുടെ ഫിസിയോതെറാപ്പിക് എയ്ഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതനുസരിച്ച് ഒരു 60 to 70% ഓഫ് റിക്കവറി ഈ പാരാപ്ലീജിക് പേഷ്യൻസിന് പോസിബിളാണ്. പേഷ്യൻ്റ് സീറ്റിലോട്ട് സ്ലൈഡ് ചെയ്ത് ഫസ്റ്റ്ലി പേഷ്യൻ്റെ നീ സെക്യൂർ ചെയ്യാനായിരിക്കും നോക്കുന്നത്. അത് വേണ്ട പേഷ്യൻറ്റിന് അപ്പർ ആം സ്ട്രോങ് ആണെങ്കിൽ, സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ പേഷ്യൻ്റ് തന്നെ സെക്യൂർ ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വേറൊരാളുടെ സഹായത്തോടെ പോസിബിളാണ്. പിന്നെ പേഷ്യൻ്റ് ഫുഡ് റെസ്റ്റിൻ്റെ മേളിൽ വെക്കും. സോ ആ ഏരിയയും പേഷ്യൻ്റെ സെക്യൂർഡാണ്. പേഷ്യൻ്റ് ബാക്കിലോട്ട് സെക്യൂർ ആവാൻ വേണ്ടി നമ്മൾ പാരാപ്ലീജിക് പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ യൂഷ്വലി സ്പൈനൽ കോഡ് ഭയങ്കര വീക്കായിരിക്കും. അപ്പം അവരെ ഒന്ന് ആ ബാക്ക് പോർഷൻ സെക്യൂർ ചെയ്യാൻ വേണ്ടി ഒരു സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും. അതായത് വീഴാതിരിക്കാനോ സൈഡിലോട്ട് ടിൽറ്റ് ചെയ്യാതിരിക്കാനോ. സോ ബേസിക്കലി നമ്മൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മാക്സിമം സെക്യൂർഡ് ആക്കാനാണ് നോക്കുന്നത്. രണ്ട് പൊസിഷൻസ് ഉണ്ട്, ഒന്ന് സിറ്റിംഗ് പൊസിഷനും ഒന്ന് സ്റ്റാൻഡിങ് പൊസിഷനും. അപ്പോൾ സിറ്റിംഗ് പൊസിഷനിൽ ലോക്കിംഗ് സിസ്റ്റമാണ് ഇത്. ആ ബേസിക്കലി ഇപ്പം സിറ്റിംഗ് പൊസിഷനും സ്റ്റാൻഡിങ് പൊസിഷൻ ആവാൻ വേണ്ടി, അതായത് ഈ ഗ്യാസ് സ്പ്രിങ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യമേ ലോക്ക് ഊരുന്നതായിരിക്കും. ഈ ഗ്യാസ് സ്പ്രിങ്ങിൻ്റെ കുറിച്ച് പറയുവാണെങ്കിൽ, ഗ്യാസ് സ്പ്രിങ് ആണ് ഇതിൻ്റെ സിറ്റിംഗ് ടു സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് മാറാൻ വേണ്ടി സഹായിക്കുന്ന എയ്ഡ്. സോ ഗ്യാസ് സ്പ്രിങ് ഈ പേഷ്യൻറ്റിൻ്റെ ബോഡി പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ 75 കിലോഗ്രാം, അതായത് പേഷ്യൻറ്റിനെ സിറ്റിംഗ് പൊസിഷൻ സ്റ്റാൻഡിങ് പൊസിഷൻ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആണ് ഈ ഗ്യാസ് സ്പ്രിങ് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. വൺ സെക്യൂർഡ് ആയി കഴിഞ്ഞിട്ട് ഗ്യാസ് സ്പ്രിങ്ങിൻ്റെ സഹായത്തോടെ പേഷ്യൻറ്റിനെ നമ്മൾ ഒരു സ്റ്റാൻഡിങ് പൊസിഷനിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള സിറ്റിംഗ് സ്റ്റാൻഡിങ് ഓപ്പറേഷൻസ്, അതായത് അപ്പം ബേസിക് ഒരു കോമൺ പൊസിഷൻസാണ് സിറ്റിംഗ് ടു സ്റ്റാൻഡിങ്. ആ കോമൺ പൊസിഷൻസിൻ്റെ ഹെൽപ്പോടെയാണ് ഈ പാരാപ്ലീജിക് പേഷ്യൻസിന് മാക്സിമം റീഹാബിലിറ്റേഷൻ ഞങ്ങൾ കൊടുക്കാൻ ഹെൽപ്ഫുൾ ആവുന്നത്. അപ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സിറ്റിംഗ് ടു സ്റ്റാൻഡിങ് ഓപ്പറേഷൻസ്. ഇപ്പം പേഷ്യൻറ്റിന് തന്നെ അപ്പർ ബോഡി സ്ട്രോങ് ആണെങ്കിൽ, പാരാപ്ലീജിക് പേഷ്യൻറ്റ് യൂഷ്വലി അപ്പർ ബോഡി സ്ട്രോങ് ആയിരിക്കും. അങ്ങനെ പൊസിഷൻ പേഷ്യൻറ്റ് തന്നെ ഈ ഓപ്പറേഷൻസ് എല്ലാം ചെയ്യാവുന്നതായിരിക്കും. വൺസ് പേഷ്യൻറ്റ് സ്റ്റാൻഡിങ് പൊസിഷനിൽ ആയിക്കഴിഞ്ഞിട്ട് സ്റ്റാൻഡിങ് പൊസിഷൻ സെക്യൂർ ആവാൻ വേണ്ടി ആണ് നമ്മൾ ബോർഡൻ കേബിളിൻ്റെ സഹായത്തോടെ പേഷ്യൻറ്റിന് ഫ്രെയിമിലോട്ട് ലോക്ക് ചെയ്ത് വെക്കുന്നത്. സോ ആ പൊസിഷനിൽ സ്റ്റാൻഡിങ് പൊസിഷനിൽ കൂടി പേഷ്യൻറ്റ് ലോക്ക് ആയിരിക്കും. വൺസ് ലോക്ക് സിസ്റ്റം ഊരിക്കഴിഞ്ഞിട്ട് പേഷ്യൻറ്റ് തിരിച്ച് സിറ്റിംഗ് പൊസിഷനിലോട്ട് പോകാൻ സാധിക്കും. അരയ്ക്ക് കീപ്പോട്ട് തളർന്നവർക്ക് എങ്ങനെ ഈ ഒരു ഞങ്ങൾ ഉണ്ടാക്കിയ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്.
മെയിനായിട്ട് ഇതിൽ നിൽക്കുന്ന ഒരു പൊസിഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിൽക്കുന്ന പൊസിഷനിൽ നമുക്ക് ഈ അരയ്ക്ക് കീപ്പോട്ട് തള്ളുന്നവർക്ക് ഈ റെസ്പിറേഷൻ, ബ്ലഡ് സർക്കുലേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് വീക്കായിരിക്കും. അപ്പം ഈ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുന്നതിൽ നിന്ന് അവരുടെ റെസ്പിറേഷനും ഡൈജഷൻ, സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ എന്നിവ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഈ കൂടുതൽ നേരം നിൽക്കാനുള്ള ഒരു സ്റ്റാൻഡിങ് മോഡ് ഈ ഒരു എക്യുപ്മെൻറ്റ് കൊടുത്തതുകൊണ്ട് ഇങ്ങനൊരു ഉപകാരങ്ങൾ നമുക്ക് പേഷ്യൻറ്റിന് നൽകാൻ പറ്റും. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാലിലുള്ള മസിൽസിന് കൂടുതൽ നേരം നമ്മൾ അതിൽ ഫോഴ്സ് കൊടുത്ത് അതിനൊരു മസിൽ എൻഹാൻസ്മെൻറ്റ്, അതായത് മസിലിന് കൂടുതൽ മെച്ചപ്പെടാൻ വേണ്ടി ഈ ഒരു എക്യുപ്മെൻറ്റ് സഹായിക്കും. അപ്പം ഇതാണ് ഈ ഒരു പേഷ്യൻറ്റിന് വരുന്ന മെയിൻ ഇമ്പാക്റ്റ്. പിന്നെ ഇതൊരു ഇന്ത്യൻ മാർക്കറ്റിലോട്ട് പറയുകയാണെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള എയ്ഡ്സ് കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കൂടുതൽ കൺസിസ്റ്റ് ഓഫ് മിഡിൽ ക്ലാസ് ആയതുകൊണ്ട് ഇങ്ങനൊരു എയ്ഡ് കൂടുതൽ ഉപകാരപ്പെടും. അതും കൂടാതെ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ ഒരു പാരാപ്ലീജിയ വന്ന ഒരാൾക്ക് ഫിസിയോതെറാപ്പി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകത നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു എക്യുപ്മെൻറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 2 to 3 ഇയേഴ്സ് ഫിസിയോതെറാപ്പി ഈസി ആയിട്ട് നമുക്ക് ഒരു സാധാരണക്കാരന് പേഷ്യൻറ്റിന് ചെയ്തു കൊടുക്കാൻ പറ്റും. നമ്മുടെ ഈ പ്രോട്ടോടൈപ്പ് നമ്മൾ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി നമ്മൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെന്നൈയിൽ സായരാമും ISTയും കൂടെ ചേർന്ന് ഓർഗനൈസ് ചെയ്ത APJ അബ്ദുൽ കലാം ഇന്നോവേഷൻ ഇക്കോസിസ്റ്റം പാർട്ടായിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രസൻറ്റേഷനിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസ് 1 lakh ക്യാഷും ട്രോഫിയും ലഭിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ISRO ഓർഗനൈസ് ചെയ്ത എയറോനോട്ടിക്കൽ സൊസൈറ്റി ട്രിവാൻഡ്രം ചാപ്റ്റർ ഓർഗനൈസ് ചെയ്ത പ്രോജക്റ്റ് പ്രസൻറ്റേഷനിൽ നമുക്ക് ബെസ്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ കോളേജ് ലെവലിൽ മാർ ബസേലിയസ്, MBCT, മോഹൻദാസ്, പിന്നെ ഈ കോളേജിലൊക്കെ പ്രോജക്റ്റ് പ്രസൻറ്റേഷനും പേപ്പർ പ്രസൻറ്റേഷനിലും കൂടെ നമുക്ക് അവാർഡ്സും പ്രൈസും ലഭിച്ചിട്ടുണ്ട്. ഞാൻ മാർ ബസേലിയസ് എഞ്ചിനീയറിംഗ് കോളേജിലെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. എല്ലാ വർഷവും ഉള്ളതുപോലെ ഫൈനൽ ഇയർ മെക്കാനിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു ഫൈനൽ ഇയർ പ്രോജക്റ്റ് ഒരു പേപ്പറാണ് അവർക്ക്. ഇക്കൊല്ലം അതുപോലെ ഫൈനൽ ഇയേഴ്സ് ഒരു 6 പേരായിട്ട് ഒരു ഗ്രൂപ്പ് എന്നെ അവരുടെ ഒരു പ്രോജക്റ്റ് ഐഡിയ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു. എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒരു സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രോജക്റ്റ് ഐഡിയ ആയിട്ടാണ് അവർ വന്നത്. കേട്ടതുപോലെ തന്നെ ഒരു പാരാപ്ലജിക് പേഷ്യൻസിന് ഒരു ഫിസിയോതെറാപ്പി എയ്ഡ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് എയ്ഡുകൾ ഉണ്ടെങ്കിലും കമ്പാരിറ്റീവ്ലി ഒരു സിമ്പിളായിട്ടുള്ളൊരു എയ്ഡ് ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റോടു കൂടിയാണ് ഈ 6 സ്റ്റുഡൻസും എന്നെ വന്ന് കണ്ടത്. അവരുടെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റും അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുമായിരുന്നു ഈ പ്രോജക്റ്റിൻ്റെ ഒരു മെയിൻ കോറും സ്ട്രെങ്ത്തും എന്ന് പറയുന്നത്. ഒരാൾ മാത്രമായിട്ടല്ല ഈ പ്രോജക്റ്റ് വർക്ക് കൊണ്ടുപോയത്. ടോട്ടലി ഒരു കമ്മിറ്റഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് എനിക്കത് കണ്ടത്. ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് ഐ എം വെരി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പെർഫോമൻസ് ഓഫ് ദി സ്റ്റുഡൻസ്.